കോട്ടയം തിരുവാതുക്കലിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. മുൻ കോൺഗ്രസ് കൗൺസിലർ അനിൽകുമാറും മകൻ അഭിജിത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. പുതുപ്പള്ളി സ്വദേശി ആദർശാണ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം ഇരുവരും കടന്നു കളയുന്ന ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൊലപാതകത്തിന് ശേഷം ആ പ്രതികൾ അവർ കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, ഒരു കൊലപാതക വിവരമാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ സാമ്പത്തിക ഇടപാട് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവർ ഈ കൊലപാതകത്തിന് ശേഷം കടന്നു കളയുന്ന ദൃശ്യങ്ങളാണല്ലേ ഇത്? അതെ പൂജ, ഈ കൊലപാതകത്തിന് ശേഷം ഇരുവരും കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കോട്ടയം നഗരസഭയിലെ മുൻ കൗൺസിലർ കൂടിയായ VK അനിൽകുമാറും മകൻ അഭിജിത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ മകൻ അഭിജിത്തിന്റെ പേരിൽ നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള ലഹരി കേസുകളൊക്കെ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസിൽ ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശ്, പുതുപ്പള്ളി തോട്ടക്കാട് സ്വദേശിയാണ് ഈ ആദർശ് എന്ന് പറയുന്നത്. ആദർശ് 23 വയസ്സാണ്. ഈ ആദർശും മകൻ അഭിജിത്തുമായിട്ട് ചില MDMA-യുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ആദർശിന്റെ കയ്യിൽ നിന്ന് ലഹരി ഈ അഭിജിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പണം നൽകാൻ അഭിജിത്ത് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഈ ആദർശ്, തോട്ടക്കാട് വാടകയ്ക്ക് താമസിക്കുന്ന ആദർശ് മാണിക്കുന്നത്തുള്ള ഈ അനിൽകുമാറിന്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. ഇതേ തുടർന്നാണ് അനിൽകുമാറും ഒപ്പം ഈ അഭിജിത്തും ചേർന്ന് ഈ ആദർശിനെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മകൻ അഭിജിത്താണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം കൊലപാതകത്തിന് ശേഷം ഇരുവരും കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. ലഹരി ഇടപാട് ഇതിനിടയിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ മുൻപും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇവരിൽ നിന്നുമൊക്കെ പോലീസിനോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ? മറ്റ് കേസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ പ്രതികൾ ഇപ്പോഴും ഒളിവിലാണല്ലോ. എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ എങ്ങനെ പോകുന്നു? പൂജ, പ്രതികൾ ഒളിവിലല്ല. ഇവർ കടന്നു കളയുന്നതിനിടയിൽ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് 2 പേരെയും പിടികൂടി. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അഭിജിത്തിനെ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നിരവധിയായിട്ടുള്ള ലഹരി കേസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള 2 പേരും, അതായത് അനിൽകുമാറും മകൻ അഭിജിത്തും കോട്ടയം വെസ്റ്റ് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. കൊല്ലപ്പെട്ട ആദർശിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, പ്രതികൾ പിടിയിലായിട്ടുണ്ട്. പ്രതികൾ രക്ഷപ്പെടുന്ന, കൊലപാതകത്തിന് ശേഷം ആ പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്.